നമ്മളെല്ലാവരും കുടുംബത്തോടും സുഹൃത്തുക്കളോടുമൊപ്പം യാത്രകൾ പോകാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അത് വേറൊരു മൂഡല്ലേ. സ്വാഭാവികമായും വിനോദയാത്രയ്ക്കിടെ പാട്ടും നൃത്തവും ആഘോഷങ്ങളും ഒക്കെ ഉണ്ടാകും. എന്നാൽ കുട്ടികളും സ്ത്രീകളും ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ പോലും സൂക്ഷിക്കേണ്ട കാലമാണ്. സമൂഹത്തിൽ പല സാമൂഹ്യ വിരുദ്ധരുമുണ്ട്, നിസ്സാര കാര്യങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ. തിരുവനന്തപുരം ബാലരാമപുരത്ത് നിന്ന് പൊന്മുടി സന്ദർശനത്തിനായി എത്തിയ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘത്തെ ആക്രമിച്ച സംഭവത്തിലേക്കാണ്. പൊന്മുടിയിൽ നിന്ന് വിതുരയിലെത്തിയപ്പോൾ ടൂറിസ്റ്റ് ട്രാവലറിൻ്റെ ചില്ലുകൾ അടിച്ചു തകർക്കുകയും ഡ്രൈവറെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. പാട്ടുവെച്ച് ഡാൻസ് കളിച്ചതിനെ തുടർന്ന് പൊന്മുടിയിൽ വെച്ചുണ്ടായ തർക്കമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് സംശയം. പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പൊന്മുടിയിൽ വെച്ച വിനോദസഞ്ചാരികൾ വന്ന ട്രാവലറും മറ്റൊരു ട്രാവലറും തമ്മിൽ തർക്കമുണ്ടായി. വാഹനത്തിൽ ഉച്ചത്തിൽ പാട്ടുവെച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ തർക്കം. എന്നാൽ ഈ തർക്കത്തിലേർപ്പെട്ട വാഹനത്തിലുള്ളവരല്ല നേരിട്ട് ആക്രമണം നടത്തിയത്. പകരം മറ്റൊരു കാറിലായി ഇവരെ പിന്തുടർന്നെത്തിയ 5 അംഗ സംഘമാണ് വിതുരയിൽ വെച്ച് ട്രാവലർ തടഞ്ഞത്. മുഖംമൂടി ധരിച്ചെത്തിയ സംഘം വടിവാളുകളും ആയുധങ്ങളുമായി ട്രാവലറിന്റെ ചില്ലുകൾ അടിച്ചു തകർക്കുകയായിരുന്നു. ആക്രമണം തടയാൻ ശ്രമിച്ച ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ച ശേഷം ഇവർ വന്ന കാറിൽ തന്നെ അതിവേഗം രക്ഷപ്പെട്ടു. ആക്രമണത്തെ തുടർന്ന് ട്രാവലറിലുണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള സഞ്ചാരികൾ പൂർണ്ണമായും പരിഭ്രാന്തരായി. പിന്നീട് ഇവരെ മറ്റൊരു വാഹനത്തിലാണ് സുരക്ഷിതമായി ബാലരാമപുരത്തെ വീടുകളിലേക്ക് മടക്കി അയച്ചത്. പ്രതികളെക്കുറിച്ച് നിലവിൽ വിതുര പോലീസിന് സൂചനയൊന്നും ലഭിച്ചിട്ടില്ല. പൊന്മുടി വഴി കടന്നുപോയ എല്ലാ വാഹനങ്ങളുടെയും വിവരങ്ങളും നമ്പറുകളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഞായറാഴ്ച എത്തിയ കാറുകളുടെയും ട്രാവലറുകളുടെയും ലിസ്റ്റ് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.